ക്രൈം 101 എന്ന സിനിമയുടെ ഒരു സ്ട്രക്ചർ ഇതിലെ ജുവൽ തീഫ് ആയിട്ടുള്ള ഹീറോയുടെ സ്റ്റൈലും പ്രിസിഷനും ഒക്കെ കാണിച്ചിട്ട് നമ്മളെ ഇംപ്രസ് ചെയ്യാൻ നോക്കുന്ന ഒന്നല്ല. അയാൾ മോഷണങ്ങൾ പ്ലാൻ ചെയ്യുന്നതിൽ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിനുള്ളിൽ അയാളുടെ വൾണറബിൾ ആയിട്ടുള്ള സൈഡിനെ കുറിച്ച് നമുക്കൊരു ധാരണ തരുന്ന ഒരു എലമെന്റ് ഉണ്ട്. ഇതിലുള്ള പലതരം കഥാപാത്രങ്ങളെ സിനിമ എങ്ങനെ പ്ലേസ് ചെയ്യും എന്നത് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കണ്ടു ശീലിച്ചിട്ടുള്ള ചില ട്രേറ്റുകളിലേക്ക് തിരക്കഥ പോകുമ്പോൾ വലിയ സർപ്രൈസുകളൊന്നുമില്ലാത്ത സ്ഥിരം ഹൈസ്റ്റ് ത്രില്ലറുകളുടെ ഒരു സ്വഭാവത്തിലേക്ക് സിനിമ ചെറുതായിട്ട് പോകുന്നുണ്ട്. പാനിക്കാകുന്ന ഒരു നായകനെ തുടക്കം തൊട്ട് കാണിക്കുന്ന ട്രീറ്റ്മെന്റ് സിനിമയ്ക്ക് ഒരു ഫ്രഷ്നസ് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ പടത്തിന്റെ ഒരു ട്രാജക്ടറി നമുക്ക് കുറച്ചൊക്കെ ഊഹിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ജുവൽ തീഫ് ആയിട്ടുള്ള നമ്മുടെ നായകന്റെ പേര് മൈക്ക് എന്നാണ്. ആഭരണങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ മോഷ്ടിക്കുക എന്നതാണ് അയാളുടെ ഒരു രീതി. ഈ ശ്രമത്തിനിടയിൽ ആർക്കും അപകടമൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അയാൾ എപ്പോഴും അമേരിക്കയിലെ ഹൈവേ നമ്പർ 101 ചേർന്നിട്ടുള്ള ലൊക്കേഷനുകളാണ് തിരഞ്ഞെടുക്കുക. പക്ഷേ ഒരു മോഷണ ശ്രമത്തിൽ മോഷണം നടന്നെങ്കിലും ചെറിയ ചില പാളിച്ചകൾ സംഭവിച്ചപ്പോൾ മൈക്ക് ഇനി അങ്ങോട്ടുള്ള മോഷണങ്ങളെക്കുറിച്ച് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കും. അതിനുശേഷം അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഈ പടത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ബാർട്ട് ലെയ്റ്റൺ ഈ സിനിമ ഒന്നിലധികം കഥാപാത്രങ്ങളുടെ കഥയാക്കാനാണ് ശ്രമിക്കുന്നത്. അതിലെല്ലാവരും ഏതെങ്കിലും രീതിയിൽ ഒരു വിക്ടിമാണ്. ചെറുപ്പത്തിൽ ദാരിദ്ര്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച വ്യക്തിയാണ് മൈക്ക്. അയാളുടെ റോബറികളെക്കുറിച്ച് അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവ് സ്വന്തം കഴിവുകൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കാത്ത ഒരാളാണ്. പിന്നെ ഇതിലെ മൂന്നാമത്തെ കഥാപാത്രമായിട്ടുള്ള ഷാരോൺ എന്ന ഇൻഷുറൻസ് ബ്രോക്കർ അർഹിക്കുന്ന അംഗീകാരം കിട്ടാഞ്ഞ ജോലിസ്ഥലത്ത് സെക്സിസം ഫേസ് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രാജഡിക്കുള്ളിലെ ഒരു സിൽവർ ലൈനിങ് കാണാൻ ശ്രമിക്കുന്നത് പോലത്തെ ഒരു അപ്രോച്ചാണ് അതിനുള്ളത്. പക്ഷേ ആ ഒരു ഭാഗം അവരുദ്ദേശിച്ച ഇന്റൻസിറ്റിയിൽ വർക്ക് ആകണമെങ്കിൽ നായകനെ നമ്മൾ നല്ലതുപോലെ അറിയണം. ആ ഒരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലാണ് എഴുത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉള്ളത്. സാമാന്യം നല്ല ജീവിതം ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുടെ ഉള്ളിലുള്ള ആർക്കും എളുപ്പം കണ്ടെത്താൻ സാധിക്കാത്ത തരം സങ്കടത്തെ അവതരിപ്പിക്കാൻ ഈ സിനിമ ശ്രമിക്കുന്നുണ്ട്. ജീവിതം അവരോട് അത്ര കനിവുള്ളതായിരുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഓരോ കഥാപാത്രത്തിനും സബ് പ്ലോട്ടുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാ സബ് പ്ലോട്ടിനും എവിടെയൊക്കെയോ ചില ഫെമിലിയാരിറ്റികളുണ്ട്. മൈക്കിന്റെ ജീവിതത്തിലേക്ക് മായ കടന്നു വരുന്നതിന് ഒരു സ്ഥിരം റൊമാൻറ്റിക് കോമഡി സ്വഭാവം ഉണ്ടായിരുന്നു. ഡിറ്റക്റ്റീവ് ലൂ ലുബേസ്നിക് ഈ കേസ് ഒറ്റയ്ക്ക് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതുപോലെ ഉണ്ടായിരുന്നു അയാളുടെ സസ്പെൻഷനിലേക്ക് നയിച്ച സീൻ. ഷാരോണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ കഥാപാത്രത്തിന്റെ ആർക്ക് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. ഈ ബാക്ക് സ്റ്റോറികളിലുള്ള യൂഷ്വൽ ഫീൽ കാരണം ഈ കഥാപാത്രങ്ങളോട് നമുക്ക് ഒരുതരം സഹതാപം തോന്നുമെങ്കിലും പടത്തിന്റെ അവസാനം അവർ ഉദ്ദേശിക്കുന്ന ഒരു ഇമോഷണൽ റിലീഫ് തരുന്ന ഒരു സന്തോഷം നമുക്ക് കാര്യമായിട്ട് തോന്നില്ല. ഓരോ കഥാപാത്രത്തിനും സ്വല്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ലെൻസിങ് കൊടുക്കാൻ സിനിമാറ്റോഗ്രാഫി ശ്രമിക്കുന്നുണ്ട്. പിന്നെ നായകൻ പാനിക് ആകുന്ന സ്ഥലങ്ങളിൽ കാറിന്റെ ഡോറിൽ ക്യാമറ മൗണ്ട് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേകതരം വിഷ്വൽ സ്റ്റൈല് സിനിമ പിടിക്കുന്നുണ്ട്. സ്വാഗർ പരിപാടികളിലേക്ക് പോകാത്ത ഒരു നായക കഥാപാത്രത്തെയാണ് ക്രിസ് ഹെംസ്വർത്ത് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ കഥാപാത്രം ഡീല് ചെയ്യുന്ന ടെൻഷനും കാര്യങ്ങളും സിനിമ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് വളരെ ഒബ്വിയസ് ആയിട്ട് കാണിക്കാൻ തിരക്കഥ ശ്രമിക്കുന്നില്ല. ചില ചോദ്യങ്ങളോടുള്ള അയാളുടെ മൗനവും വേറെ കഥാപാത്രങ്ങൾ അയാളെ റീഡ് ചെയ്യുന്നതും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അയാളെ മനസ്സിലാക്കുന്നത്. ചെറിയൊരു നിഗൂഢത നിലനിർത്തിക്കൊണ്ട് ഈ ക്യാരക്ടറിനെ ക്യാരി ചെയ്യാൻ ക്രിസ് ഹെംസ്വർത്തിന് സാധിക്കുന്നുണ്ട്. ടിപ്പിക്കലായിട്ട് കാണുന്ന ചാടിച്ചാടി നിൽക്കുന്ന ഒരു പോലീസ് കഥാപാത്രമല്ല മാർക്ക് റഫലോ അവതരിപ്പിക്കുന്ന ഇതിലെ ഡിറ്റക്റ്റീവ്. ആ ക്യാരക്ടറുടെ കേസിനോടുള്ള അപ്രോച്ചും വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള അയാളുടെ ബാക്ക്ഗ്രൗണ്ടും കേസ് അന്വേഷണത്തിന് ഒരു ചെറിയ വ്യത്യസ്തത കൊടുക്കുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ റഫലോയുടെ എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോൾ സോഡിയാക്കിലെ പുള്ളിയുടെ പെർഫോമൻസ് ഓർമ്മ വന്നു. കമ്പനിയിൽ നിന്ന് അനീതി നേരിടേണ്ടി വന്ന ഇൻഷുറൻസ് ബ്രോക്കറായിട്ട് ഹാലി ബെറി നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ആ ഒരു റോളിന് വേണ്ട ഗ്രേസ് അവരുടെ പ്രകടനത്തിലുണ്ടായിരുന്നു. മോണിക്ക ബാർബറോയ്ക്ക് കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ലാത്ത സ്ഥിരം കാമുകി റോളാണ് ലഭിച്ചിട്ടുള്ളത്. ബാരി കിയോഗനാണ് ഇതിലെ വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബൈക്കറിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അത്. ഒരു ഹൈസ്റ്റ് മൂവിയെ ക്യാരക്ടർ ഡ്രിവൺ ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നത് ഈ സിനിമ ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നറിയാൻ നമ്മളിൽ ഒരു താല്പര്യം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിന് ശേഷം ടെംപ്ലേറ്റ് സ്വഭാവത്തിലുള്ള സാധനങ്ങൾ പല സ്ഥലത്തും സിനിമയിൽ കയറി വരുന്നുണ്ട്. കഥാപാത്രങ്ങളിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിച്ചെല്ലാൻ സിനിമ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ക്ലൈമാക്സിൽ അവർ കാണിക്കുന്ന ഒരു ഇമോഷണൽ ഹൈ സീക്വൻസുകൾക്ക് കുറച്ചുകൂടി ഡെപ്ത് കിട്ടുമായിരുന്നു. പരിചിതമായിട്ടുള്ള എലമെന്റുകളുള്ള ഒരു തിരക്കഥയെ ട്രീറ്റ്മെന്റിൽ ചെറിയ വ്യത്യസ്തതകൾ കൊണ്ടുവന്നുകൊണ്ട് അവതരിപ്പിക്കാൻ നോക്കുന്ന ഒരു കണ്ടിരിക്കാവുന്ന പടമാണ് ആകെ മൊത്തത്തിൽ ക്രൈം 101. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്